എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളി. ജീവവചന പ്രതിദിന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മനസ്സെ നീ ക്ഷീണിച്ചു മടുക്കരുത് എന്നുള്ളൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. ഉടമ്പറപ്പുകളെ മാനുഷിക ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതും വിലയുള്ളതുമാണ്. എന്നാൽ മനുഷ്യ ശരീരം ബലഹീനവും തളർച്ചയുള്ളതുമാണ്. മനുഷ്യ മനസ്സും ക്ഷീണിച്ചു പോകുന്നതുമാണ്. പലതും സഹിക്കുവാൻ മനുഷ്യന് കഴിയുന്നില്ല. മനുഷ്യൻ സഹിച്ചു മടുക്കുന്നവനാണ്. വിളിക്കപ്പെട്ടവന്റെ ജീവിതം വിജയത്തിലെത്തിയെങ്കിലേ മതിയാകുകയുള്ളൂ. അവൻ അവന്റെ ലക്ഷ്യത്തിലെത്തേണ്ടത് തൻ്റെ ശരീരത്തിൽ വസിച്ചുകൊണ്ട് തന്നെയാണ്. അതിന് അവൻ മാനസികമായും ബലമുള്ളവനാകേണ്ടത് ആവശ്യമാണ്. ജീവിതത്തിൽ നാം സഹിച്ചു മടുക്കുമ്പോൾ ചെയ്യേണ്ട ഒന്നിനെക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് നിർദ്ദേശിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുക. തനിക്ക് നേരിട്ട കഷ്ടങ്ങളും ഉപദ്രവങ്ങളും വേദനകളും നിന്ദകളും സഹിച്ച് പൂർത്തീകരിച്ചത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. നാം അടുത്തു പോകാതിരിപ്പാൻ നാം ചെയ്യേണ്ടത് ക്രിസ്തുവിനെ ധ്യാനിക്കുക എന്നുള്ളതാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ക്ഷീണം വരുമ്പോൾ കൂടപ്പുറപ്പെ യേശുവിനെ ധ്യാനിച്ചു കൊള്ളുക. പ്രിയരെ, നമ്മുടെ കർത്താവ് സഹിച്ചത് ക്രൂശുമരണം മാത്രമല്ല കേട്ടോ. വിവിധ നിലയിലുള്ള പീഡകളും അതിൻ്റെ കൊടിയ വേദനകളും അവൻ സഹിച്ചു. നാമൊക്കെ സഹിക്കാനുള്ളതിനേക്കാൾ എത്രയോ അധികമായി നമ്മുടെ കർത്താവ് സഹിച്ചു. പാപികളായ മനുഷ്യരുടെ എതിർപ്പുകളും പീഡകളും പിറുപിറുപ്പ് കൂടാതെ അവൻ സഹിച്ചു. യേശു കഷ്ടം സഹിച്ചത് അവന് വേണ്ടി കഷ്ടം സഹിക്കാൻ നമ്മെ ശക്തീകരിക്കേണ്ടതിന് വേണ്ടിയാണ്. കഷ്ടങ്ങളും ക്ലേശങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച് ജീവിക്കുന്നവർ ഏറെയുണ്ട്. നിങ്ങൾ ഓരോരുത്തരും വിവിധ നിലയിൽ ക്ലേശങ്ങളും വേദനകളും അനുഭവിക്കുന്നവരാകാം. പലരും സഹിച്ചു മടുത്തു പോകുന്ന ഒരു സാഹചര്യത്തെ നേരിട്ട് കൊണ്ടിരിക്കുന്നവരുമാകാം. സഹിച്ചു മടുക്കുമ്പോൾ പിറുപിറുപ്പ് ഉയരുന്ന നിലയുണ്ടാകാൻ സാധ്യതയുണ്ട്. നിരാശ മനസ്സിനെ കീഴടക്കുവാൻ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് പ്രിയരെ, ദൈവവചനം നിങ്ങളോട് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക, അതുപോലെ ചെയ്യണം. അതിന് നടുവിൽ ദൈവമുഖം കാണുവാൻ ഇമ്പശബ്ദം, ദൈവത്തിൻ്റെ ഇമ്പശബ്ദം കേൾക്കുവാനും ഇടയാകണം. നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന ശക്തി രോഗമായാലും ഏതെങ്കിലും ഒരു ബാധയായാലും അല്ലെങ്കിൽ ഒരു ഞെരുക്കമായാലും ഉപദ്രവങ്ങളായാലും അവ ലജ്ജിച്ചു പോകുവാൻ ഇടയാകും എന്ന് തിരുവചനം ഓർപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ എന്നാണ് പത്രോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. പ്രിയരെ, കർത്താവിൽ മാത്രം ആശ്രയം വെച്ചിരിക്കുന്നവരുടെ ശരീരം ക്ഷീണിച്ചാലും അവരുടെ ആത്മീയ മനസ്സ് ക്ഷീണിക്കരുത്. പിശാചിന്റെ ലക്ഷ്യം നിങ്ങളുടെ ശരീരമല്ല, നിങ്ങളുടെ ആത്മാവാണ്. അതിന് അവൻ ലക്ഷ്യം വയ്ക്കുന്നത് വിശ്വാസിയുടെ ആത്മീയ മനസ്സിനെയാണ്. നമ്മുടെ മനസ്സിൽ ക്ഷീണം തട്ടാൻ വേണ്ടിയാണ് പലപ്പോഴും അവൻ നമ്മുടെ ശരീരത്തെയും മറ്റുള്ള ഭൗതിക വിഷയങ്ങളെ ഒക്കെ തൊടുന്നത്. നമ്മുടെ ആത്മീയ മനസ്സ് ക്ഷീണിച്ചാൽ നാം നിരാശിതരാകുകയും പിറുപിറുപ്പുകാരാകുകയും മത്സരികളാകുകയും ചെയ്യും. ഇത് നമ്മുടെ പ്രതിയോഗിയായി പിശാചിന് നന്നായിട്ടറിയാം. അതിനുവേണ്ടിയാണ് അവൻ കിണഞ്ഞു പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് നാം ക്ഷീണിച്ചു പോകരുത്. മരുഭൂയാത്രയിലായിരുന്ന ഇസ്രായേൽ ജനം ക്ഷീണിച്ചപ്പോൾ
അവർ പാപം ചെയ്തു എന്ന് സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നു. പ്രിയരെ, മനസ്സും അടുത്ത് ക്ഷീണിക്കുമ്പോൾ നാം പാപം ചെയ്യുവാൻ സാധ്യത ഏറെയുണ്ട് എന്ന് തിരിച്ചറിയണം. നമ്മുടെ ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ നാം തളർന്നും ക്ഷീണിച്ചും പോകുന്ന അനേക സന്ദർഭങ്ങളുണ്ട്. നന്മ ചെയ്യുന്നതിൽ നാം തളർന്നു പോകരുത് എന്ന് ഗലാത്യ ലേഖനത്തിൽ ഓർപ്പിക്കുന്നു. നാം തളർന്നു പോകാതെ നന്മ ചെയ്തുകൊണ്ടും നന്മ പറഞ്ഞുകൊണ്ടും പ്രവർത്തിക്കുമ്പോൾ അത് ദൈവത്തിന് പ്രസാദകരവും അവ ദൈവത്തിന്റെ പുസ്തകത്തിൽ കുറിച്ചു വയ്ക്കുകയും ചെയ്യും. നാം ക്ഷീണിച്ചിരിക്കുന്ന സമയങ്ങളിൽ ആ കുറിച്ചു വച്ചത് ദൈവം ഓർക്കും. അപ്പോൾ തന്നെ നമുക്ക് വേണ്ടി ദൈവകൽപ്പന പുറപ്പെടുകയും ചെയ്യും. ഉദാഹരണം, പഴയ നിയമത്തിൽ മൊർദെഖായി, എസ്തറിന്റെ പുസ്തകത്തിലെ കഥാപാത്രം, അവിശ്വാസ പുരുഷൻ മൊർദെഖായി തന്റെ ജീവിതത്തിൽ താൻ മടുത്തു പോകാൻ ഇടയാകാതെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഉറ്റിരുന്നു. തിരുവചനത്തിൽ വായിക്കുന്നു. തനിക്ക് വേണ്ടി സർവശക്തനായ ദൈവം കുറിച്ചു വച്ചത് തക്ക സമയത്ത് ഓർക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തനിക്കും തൻ്റെ ജനത്തിനും ഒരു വിടുതൽ ഉണ്ടായി എന്ന തിരുവചനം നമ്മൾ വായിക്കുന്നു. കൂടപ്പിറപ്പുകളെ, നാം ക്ഷീണിച്ച് മടുത്തു പോകരുത്. നമുക്കുള്ള ദൗത്യങ്ങൾ നാം നിർവഹിക്കണം. നാം ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കുന്നതിന് എന്ന് പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നത് കഷ്ടങ്ങളിൽ മടുത്ത് ക്ഷീണിച്ച് പിന്മാറാൻ സാധ്യതയുള്ളവരെ കണ്ടുകൊണ്ടാണ്. അത് നാം തിരിച്ചറിയുക. അതിൽ നാം ഓരോരുത്തരും ഉണ്ട് എന്നും മറക്കരുത്. ക്ഷീണിച്ച് പിന്മാറാതെ ഇരിക്കുവാനും തങ്ങൾക്ക് തന്നെ വിധി കൽപ്പിക്കാതിരിക്കുവാനും നാം ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്: സഹിച്ചും ക്ഷമിച്ചും തൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ച യേശുക്രിസ്തുവിനെ ധ്യാനിക്കുക. ഉയരത്തിലെ ശക്തി സൗഖ്യമായും ശക്തിയായും ആരോഗ്യമായും നടത്തിപ്പായും നമ്മുടെ മേൽ സർവശക്തനായ ദൈവം പകർന്നു തരും. അത് അനുഭവിച്ച് അത് പ്രാപിച്ച് മടുത്തുപോകാതെ കാൽച്ചുവടുകൾ മുൻപോട്ട് വെക്കുവാൻ കർത്താവ് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ ചെയ്ത് പൂർത്തീകരിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും സർവശക്തനായ ദൈവം കൃപ പകരുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം, ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങളെ ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ നൽകി തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേൾക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ, ആത്മീയ ജീവിത നിലവാരം ധൈര്യമായി മുൻപോട്ട് കൊണ്ടുപോകാൻ, പരാജയപ്പെടുന്ന മേഖലകൾ അത് ആത്മാവിൽ പ്രാർത്ഥിച്ച് അതിനെ അതിജീവിക്കുവാൻ, ക്രിസ്തുവിനെ ധ്യാനിച്ച് കാഴ്ചയുടെ മുമ്പോട്ട് വെക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും കർത്താവ് കൃപ നിറച്ചു കൊടുക്കണം. ദൈവജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്ത് മാനിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന അപ്പച്ചാതേതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേയത്. കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേയത്.